അധ്യക്ഷവേദിയിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യ സംഘാടകരും ഗാന്ധിജി വിചാരവേദിയുടെ പ്രസിഡന്റുമായിട്ടുള്ള ഡോക്ടർ ജോസ് മാത്യു സാറിനെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഉദ്ദേശ ലക്ഷ്യങ്ങളും ക്രമീകരണങ്ങളും തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമ്മേളനത്തിന് അധ്യക്ഷനും മുഖ്യ സംഘാടകരുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാത്യു സാറ് സംസാരിക്കുന്നതാണ്. സദസ്സിനുമുള്ള ഏവർക്കും എന്റെ നീലമായ നമസ്കാരം. ഗാന്ധിജി വിചാരവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ ഇന്ന് നടത്തപ്പെടുന്ന ഈ സെമിനാറിന് നിമിത്തമായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ നാട്ടില് ഗാന്ധിജിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. അത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 7-ാം തീയതി അത് സമങ്കളം കൃത്യം നിർവഹിക്കാൻ സാധിച്ചു. അതിനെ തുടർന്ന് ഗാന്ധിജിയുടെ ആശയങ്ങളുമായി താല്പര്യമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനുള്ള ചിന്ത അന്ന് പലർക്കും ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായി അതിനോട് സഹകരിച്ച ആളുകൾ മുൻകൈയെടുത്താണ് ഗാന്ധിജി വിചാരവേദി ഇവിടെ പ്രവർത്തിക്കുന്നത്. നവംബർ 10-ാം തീയതി ഗാന്ധിജിയുടെ പൗത്രൻ തുഷാർ ഗാന്ധി കുറവലങ്ങാട്ട് ഒരു സ്വീകരണ സമ്മേളനത്തിൽ വെച്ചാണ് ഇത് ഔപചാരികമായി ആരംഭിച്ചത്. അതിനുശേഷം ഒക്ടോബർ 2-ാം തീയതി ഗാന്ധിജിയുടെ ജയന്തി നമ്മൾ കാര്യമായി ആചരിച്ചു. തുടർന്ന് ഈ ഗാന്ധിയൻ ആശയങ്ങൾ നമ്മളിങ്ങനെ ഈ പ്രസംഗിക്കാതെ ആളുകൾക്ക് എന്തെങ്കിലും ഫലപ്രദമായി പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു നിശ്ചയം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നും മുഴുവൻ ആളുകളെയും അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് ജീവിതശൈലി രോഗങ്ങൾ. അതിന്റെ ഒരു ആസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. ഒരു വീട്ടിലെങ്കിലും ഒരു രോഗിയില്ലാത്ത ഒരു വീട്ടിൽ നമ്മുടെ നാട്ടിൽ പ്രമേഹവും രക്താതിമർദ്ദവും അർബുദവും അങ്ങനെ നിരവധി മാരക രോഗങ്ങൾ നമ്മുടെ ആളുകളെ ഇത് ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? പലരും പറയുന്നത് ഗാന്ധിജി വിചാരവേദി ജീവിതശൈലി രോഗങ്ങൾ അതെങ്ങനെ മറികടക്കാം എന്ന് വിഷയത്തെ കുറിച്ച് സെമിനാർ ഈ സെമിനാറുമായി സെമിനാറിന്റെ ആലോചന നടത്തിയപ്പോൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ കേരളത്തിലാകെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലും വിദേശത്തും കഴിഞ്ഞ നിരവധി വർഷം അനുയോജ്യനായ വ്യക്തി എന്നുള്ള ഒരു നിലപാടാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി ആയിരക്കണക്കിന് ആളുകൾക്ക് അവരനുഭവിച്ചുകൊണ്ടിരുന്ന രോഗാവസ്ഥയിൽ നിന്ന് അവർക്ക് മുക്തി ഉണ്ടായെന്നുള്ള യാഥാർത്ഥ്യം. അദ്ദേഹം മരുന്നില്ല ചികിത്സയുടെ പ്രമുഖ വക്താവാണ്. മരുന്നുകളില്ല, ജീവിതക്രമത്തിൽ മാറ്റം വരുത്തിയാൽ, ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തിയാൽ ഒട്ടുമിക്ക രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി ഉണ്ടാകും. ആ കാര്യം തെളിയിച്ച ഒരു ബിഷപ്പിനാണ് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി. അദ്ദേഹത്തെ പല ആളുകളും അധിക്ഷേപിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ആധുനിക ചികിത്സാ സംവിധാനത്തിന് എതിരാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുണ്ടെങ്കിലും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അച്യുതാനന്ദൻ, അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ രമേ ദേവി, അങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള പല ആളുകളും ഇദ്ദേഹത്തിന്റെ ഉപദേശം തേടിയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ആ പ്രകൃതി ചികിത്സയ്ക്ക് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ രോഗാതുരത വർദ്ധിക്കുന്നു. പല ചിന്തയിലുള്ള വ്യത്യാസം, ഇതെല്ലാം നമ്മുടെ രോഗാതുരത വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്.
അതിനൊരു ചെറിയ ബോധവൽക്കരണം നടത്തി എന്നുള്ളതാണ് നമ്മുടെ ഈ സെമിനാറിന്റെ ഉദ്ദേശം. ഈ സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. മുഖ്യ സംഘാടകരായുള്ള ഈ സെമിനാറിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നേതൃനിരയിലുള്ളത് കുറവിലങ്ങാട് ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സമുദായ സംഘടനകളും ഭക്ത സംഘടനകളുമാണ്, അൽമായ പ്രസ്ഥാനങ്ങളുമാണ്. സമുദായ സംഘടനയായിട്ടുള്ള അഖില കേരള കത്തോലിക്ക കോൺഗ്രസ്, മറ്റ് സംഘടനയായിട്ടുള്ള വിൻസെൻ്റ് ഡി പോൾ, ഫ്രാൻസിസ്കൻ അൽമായ സഭ, പിതൃവേദി, മാതൃവേദി എന്നിവയുടെ നേതൃത്വം സംഘാടക മികവിൽ ഉണ്ടായിരുന്നു. ഈ സംഘടനകളുടെ എല്ലാം രക്ഷാധികാരി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് ഇടവകയുടെ ആർച്ച് പ്രീസ്റ്റ് ആദരണീയനായിട്ടുള്ള വെരി റെവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ കൂട്ടിയാനിൽ അച്ഛനാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശിക്ഷണം തീർച്ചയായും ഈ സാമുദായിക അൽമായ സംഘടനാ നേതാക്കൾക്ക് പിന്നിലുണ്ട്. ബഹുമാനപ്പെട്ട കൂട്ടിയാനിൽ അഗസ്റ്റിൻ അച്ഛനെ സ്നേഹാദരവുകളോടെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് വടക്കംശ്ശേരി, പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ പഞ്ചായത്ത് വാർഡ് പ്രതിനിധി ശ്രീമതി ആൻസമ്മ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ പ്രത്യേകതയുള്ള ഒരു സമ്മേളനമാണിത്. ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആധുനിക യുഗത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ മനസ്സിനെ മതിക്കുന്ന ഒരു ചിന്ത ഇതാണ്: എങ്ങനെ രോഗങ്ങൾ ഒഴിവാക്കി ദീർഘകാലം ജീവിക്കണോ എന്നതുകൊണ്ട് പേരിലല്ല, സന്തോഷമായിട്ട് ജീവിക്കണമെന്നുള്ളൊരു ചിന്ത. അത് മാർപ്പാപ്പ മുതൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് കുറേയൊക്കെ നമ്മളെ ആ ചിന്ത ആകുലപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ വികാസം പ്രാപിച്ചിട്ടുള്ള ആളുകൾക്ക് ചിലപ്പം ഈ ലോക ജീവിതത്തിൻ്റെ ക്ഷണികത മനസ്സിലാക്കി ഏത് രോഗം വന്നാലും വിശുദ്ധാത്മാക്കളെ പോലെ അത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ സഹനം ബലിയായി അർപ്പിച്ച് ജീവിതത്തെ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ചില പുണ്യ ആത്മാക്കൾ ഒഴിച്ച് ബാക്കി ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള ഒരു ആകുലത ജീവിതത്തിൽ പേറുന്നവരാണെന്ന് തോന്നുകയാണ്. ഒഴിച്ച് വേറെ ആരും വിചാരിച്ചില്ലെങ്കിലും നമുക്ക് അങ്ങനെയുണ്ട്. നല്ല കാര്യം. ജീവിതം ഒരിക്കലും നശിപ്പിക്കണമെന്നൊന്നും ഞാൻ പറയാൻ, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതിനെ ചേർത്ത് നിർത്തുക. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളൊരു സംരംഭം പറഞ്ഞപ്പോൾ ജോസ് മാത്യു സാർ പ്രത്യേകിച്ച് ഗാന്ധി വിചാരവേദിയുടെ ആ ഒരു കാഴ്ചപ്പാടോട് ചേർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്കും അതിനോട് വലിയ താല്പര്യമുണ്ട്. ഗാന്ധി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു പ്രത്യേക കാഴ്ചപ്പാടോടുകൂടെ നമ്മളെ നയിച്ചിരുന്ന ഒരു ആചാര്യനാണ്. ഗാന്ധിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടും ചില കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും ഒക്കെ ഇന്നും പഠന വിഷയമാണ്. നല്ല കാര്യമാണ്. പിന്നെ ഒരാൾക്ക് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ ഡോക്ടർക്ക് അതിന് അഭിപ്രായ വ്യത്യാസങ്ങളും ജീവിതത്തിലേക്ക് ഓരോ മനുഷ്യരും ഒരു മനുഷ്യനെ കുറിച്ച് തന്നെ ലോകത്തിന് പഠിച്ചു തീർക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ര സങ്കീർണതകളുള്ളതാണ് ഓരോരുത്തരുടെയും ശരീരവും മനസ്സും ജീവിതവും. ഈ ലോകത്തിന് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അനന്തമായ സാധ്യതകളുടെ വലിയ കൂമ്പാരമാണ് ഓരോ മനുഷ്യൻ. കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തിലുള്ളപ്പോൾ അതിനൊക്കെ 10 മടങ്ങ് അല്ലെങ്കിൽ ദശക്കണക്കിന് കൂടി തലത്തിലുള്ള സാധ്യതകൾ ഈ മനുഷ്യരിലൂടെ ഉണ്ടാകും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു കാര്യം അന്വർത്ഥമാണെങ്കിൽ മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് അതേ കാര്യം അന്വർത്ഥമാണെന്ന് പറയാൻ ഞാൻ ആളല്ല, ദൈവം ഒഴികെ. ഈ ലോകത്തിൽ എല്ലാവർക്കും സ്വീകാര്യനും സംലഭ്യനുമായിരിക്കുന്നത് ദൈവമാണ്. ദൈവചിന്താന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഞാനൊരു മതത്തിൻ്റെ ആചാര്യൻ ആയതുകൊണ്ട് മാത്രമല്ല. ഈ നാളുകളിൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കുന്നയാളാണ്. അതെന്തെങ്കിലും ആകട്ടെ, അത് സമയത്തിൻ്റെ തികവിൽ മനസ്സിലായി വരും എനിക്കും നിങ്ങൾക്കും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ശാന്തമായി നമുക്കൊരു 10 മിനിറ്റ് ഇരിക്കാനോ ഒരു മെഡിറ്റേഷൻ നടത്താനോ സാധ്യമല്ലാത്ത വിധത്തിൽ അത്രമാത്രം നമ്മൾ വളരെയധികം വ്യഗ്രത കൊണ്ടവർ. ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു സമ്മേളനത്തിൽ സംഘടിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മളാക്കി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പരാശക്തിയുണ്ട്, ഒരു ദൈവശക്തിയുണ്ട്. ഈ ദൈവത്തെക്കുറിച്ചുള്ള അവബോധം ഈ കാലഘട്ടത്തിന് അന്യവൽക്കരിക്കപ്പെടുകയാണ്. സ്വയം ദൈവങ്ങളായി മനുഷ്യൻ മാറുന്നിടത്താണ് ആദ്യത്തെ പ്രശ്നം ആരംഭിക്കുന്നതെന്ന് ഞാൻ പറയും. അത് ആരെതിർത്താൽ. കാരണം അവിടെയാണ് ദൈവത്തിൻ്റെ, അത് ഏത് മതത്തിലുമാകും. നീ മതം നിരാകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവൻ അസ്തിത്വപരമായ അവൻ്റെ വ്യക്തിത്വത്തെ പ്രകൃതിയുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ വലിയ സവിശേഷതയോടുകൂടെ ആദ്യം നമ്മുടെ മനോമുഖരത്തിലേക്ക് കടന്നു വരേണ്ട ചിന്ത ഈ ദൈവവിചാരമാണ്. പഴയ കാലത്ത് ഞാൻ പഠന വിഷയമാക്കിയിട്ടുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്.
സെമിനാറിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കടുത്തുരുത്തിയുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് മോനിഷ് ജോസഫ് അവരുടെ സ്നേഹാദരവുകളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവർ, ആദരണീയനായ ഡോക്ടർ J.Q. വടക്കഞ്ചേരി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. തുടർച്ചയായിട്ട് ഇന്ന് അദ്ദേഹം ക്ലാസ് നയിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഗാന്ധിജി വിചാരവേദി ജോസ് മാത്യു സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പ്രസക്തമായ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് ഇവിടെ നടക്കുന്നു എന്നത് തന്നെ നമുക്കെല്ലാം ഉപകാരപ്രദമായ അനുഗ്രഹപ്രദമായ കാര്യമാണ്. ഞാനിതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹവുമായി അടുത്ത് സഹകരിച്ച് പല കാര്യങ്ങളിലും ഇടപെടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ നടക്കുക, അനുവദിക്കുക, അതിന് സാഹചര്യം ഉണ്ടാക്കുക, തടസ്സപ്പെടുത്താതിരിക്കുക, ഇതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം സംശയം. ഞാൻ ആദ്യം ഒന്ന് വിളിച്ചന്വേഷിച്ചപ്പോൾ 9:30 മുമ്പ് ഞാനിതുവഴി വന്ന് പോകാൻ ശ്രമിച്ചു. പക്ഷേ അത് കാര്യമായിട്ട് ആളുകളില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നേതൃത്വം കൊടുത്ത ജോസ് മാത്യു സാറിനെയും ഗാന്ധിജി വിചാരവേദിയുടെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള ഒരു ജനത ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യ വിഭവശേഷിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലും ആരോഗ്യമുള്ള ഒരു ജനതയായിരുന്നു. കൃഷിക്കാരാകട്ടെ, തൊഴിലാളികളാകട്ടെ, വ്യാപാരികളാകട്ടെ, ഏത് രംഗത്തായിരുന്നു നമുക്ക് ആരോഗ്യമുള്ളൊരു ജനതയുടെ സമ്പത്തായിരുന്നു ഏറ്റവും വിലപ്പെട്ടതായി കരുതിയത്. എന്നാൽ നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങളും സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും നിരവധിയായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാവരും രോഗികളായിത്തീരും. കുട്ടികളിൽ വരെ ഇന്ന് കൂടുതലായ രോഗങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സമൂഹത്തെ ബോധവൽക്കരിക്കാൻ കഴിയുന്ന വിധത്തിൽ, സമൂഹത്തെ ഉണർത്താൻ കഴിയുന്ന വിധത്തിൽ വലിയൊരു കർമ്മപരിപാടിയായി മനുഷ്യന് നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ആദരണീയനായ ഡോക്ടർ പ്രിയപ്പെട്ട J.Q. വടക്കഞ്ചേരി പോലുള്ള ബഹുമാന്യരായിട്ടുള്ളവരെ പ്രത്യേകമായി ഈ അവസരത്തിൽ ക്ലാസ്സിന് പ്രത്യേകമായിട്ട് നേരുന്നു. വികാരത്തിന് ശേഷം അവിടെ പ്രിയപ്പെട്ട അച്ഛനോട് വേദിയിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാ മംഗളാശംസകളും ഈ ഒരു സെമിനാറിന് പ്രത്യേകം നേരുമ്പോൾ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള അധ്വാനവും അതിൻ്റെ കഷ്ടപ്പാടും നമുക്കൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കുറേ ദിവസങ്ങളായിട്ട് ഇതിന് പിന്നിൽ ഇവരെല്ലാം കഷ്ടപ്പെടുന്നത് ഞാനും അടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ജനോപകാരപ്രദമായി ഏറ്റവും നല്ല നിലയിൽ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഗാന്ധിജി വിചാരവേദിയെ, പ്രത്യേകിച്ച് ജോസ് മാത്യു സാറിനെയും സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. മനുഷ്യർക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന ഓരോ സന്ദർഭങ്ങളെയും സ്വായത്തമാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വിചാരം തന്നെ ഭക്ഷണമായി പാനീയമായി മാറ്റിക്കൊണ്ട് ദിവസങ്ങളിൽ വായു മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കത്തക്ക രീതിയിലുള്ള മഹാരഥന്മാർക്കും മഹർഷിമാർക്കും ജന്മം കൊടുത്ത ഭാരതഭൂമിയിൽ ജീവിക്കുന്നവരായ നമ്മൾ ഇന്ന് ജീവിത ശൈലി രോഗത്തെക്കുറിച്ചുള്ള ആകുലത കലർന്ന ചിന്ത പങ്കുവയ്ക്കപ്പെടുന്നതിന് സാക്ഷികളാവുകയാണ്. ഇവിടെയാണ് നമ്മൾ കുറച്ചും കൂടെ മിഴിവോടുകൂടെ നമ്മുടെ ചരിത്രത്തെയും യുഗപുരുഷന്മാരെയും അവരൊക്കെ സ്വീകരിച്ചിട്ടുള്ള വഴികളെയും ഒക്കെ നമ്മൾ സാധനാപൂർവം എന്ന് ഞാൻ പറയും. വെറുതെ വായിച്ചാണമായിരുന്നില്ല. ഞാനിവിടെ വെണ്ടയും കൃഷിയൊക്കെ ചിലപ്പോൾ നടത്തുന്നുണ്ട്. ഞാനല്ല നടത്തുന്നത്, പണിക്ക് അവരെ കൊണ്ട് ജയിപ്പിക്കുന്നതാണ്. എനിക്കൊരു സന്തോഷമുണ്ട് കാണുമ്പോൾ. അത്രയും നിങ്ങളെ പ്രത്യേകം ഇന്ന് ഓർക്കുന്നു. പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയിൽ വൈകിട്ടത്തെ കുർബാനയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് എന്ന് ഉറപ്പ് നൽകുന്നു. ബാക്കിയെല്ലാം ദൈവം അമ്മ വഴി നമ്മളെ സംരക്ഷിക്കട്ടെ. ശംശയായി ക്രിസ്തുയായി. ആദരണീയ ആർച്ച് ബിഷപ്പിന് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നുള്ള പ്രത്യേക നന്ദി. നമ്മുടെ ഈ സെമിനാറിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കടുത്തുരുത്തിയുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് മോനിഷ് ജോസഫ് അവരുടെ സ്നേഹാദരവുകളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവർ, ആദരണീയനായ ഡോക്ടർ J.Q. വടക്കഞ്ചേരി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. തുടർച്ചയായിട്ട് ഇന്ന് അദ്ദേഹം ക്ലാസ് നയിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഗാന്ധിജി വിചാരവേദി ജോസ് മാത്യു സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പ്രസക്തമായ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് ഇവിടെ നടക്കുന്നു എന്നത് തന്നെ നമുക്കെല്ലാം ഉപകാരപ്രദമായ അനുഗ്രഹപ്രദമായ കാര്യമാണ്. ഞാനിതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹവുമായി അടുത്ത് സഹകരിച്ച് പല കാര്യങ്ങളിലും ഇടപെടാൻ അവസരം കിട്ടിയിട്ടുണ്ട്.
അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ നടക്കുക, അനുവദിക്കുക, അതിന് സാഹചര്യം ഉണ്ടാക്കുക, തടസ്സപ്പെടുത്താതിരിക്കുക, ഇതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം. സംശയം ഞാൻ ആദ്യം ഒന്ന് വിളിച്ച് അന്വേഷിച്ചപ്പോൾ 9:30 മുമ്പ് ഞാനിതുവഴി വന്ന് പോകാൻ ശ്രമിച്ചു. പക്ഷേ അതിന് കാര്യമായിട്ട് ആളുകളില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നേതൃത്വം കൊടുത്ത ജോസ് മാത്യു സാറിനെയും ഗാന്ധിജി വിചാരവേദിയുടെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള ഒരു ജനത ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യ വിഭവശേഷിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലും ആരോഗ്യമുള്ള ഒരു ജനതയായിരുന്നു കൃഷിക്കാരാകട്ടെ, തൊഴിലാളികളാകട്ടെ, വ്യാപാരികളാകട്ടെ, ഏത് രംഗത്തായാലും നമുക്ക് ആരോഗ്യമുള്ളൊരു ജനതയുടെ സമ്പത്തായിരുന്നു ഏറ്റവും വിലപ്പെട്ടതായി കരുതിയത്. എന്നാൽ നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങളും സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും നിരവധിയായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാവരും രോഗികളായി തീരും. കുട്ടികളിൽ വരെ ഇന്ന് കൂടുതലായ രോഗങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സമൂഹത്തെ ബോധവൽക്കരിക്കാൻ കഴിയുന്ന വിധത്തിൽ, സമൂഹത്തെ ഉണർത്താൻ കഴിയുന്ന വിധത്തിൽ വലിയൊരു കർമ്മപരിപാടിയായി മനുഷ്യന് നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ആദരണീയനായ ഡോക്ടർ പ്രിയപ്പെട്ട ജേക്കബ് വടക്കഞ്ചേരിയാണ് പോലുള്ള ബഹുമാന്യരായിട്ടുള്ളവരെ പ്രത്യേകമായി ഈ അവസരത്തിൽ ക്ലാസ്സിന് പ്രത്യേകമായിട്ട് നേരുന്നു. വികാരത്തിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനോട് വേദിയിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാ മംഗളാശംസകളും ഈ ഒരു സെമിനാറിന് പ്രത്യേകം നേരുമ്പോൾ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള അധ്വാനവും അതിൻ്റെ കഷ്ടപ്പാടും നമുക്കൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കുറേ ദിവസങ്ങളായിട്ട് ഇതിന് പിന്നിൽ ഇവരെല്ലാം കഷ്ടപ്പെടുന്നത് ഞാനും അടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ജനോപകാരപ്രദമായി ഏറ്റവും നല്ല നിലയിൽ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഗാന്ധിജി വിചാരവേദിയെ പ്രത്യേകിച്ച് ജോസ് മാത്യു സാറിനെയും സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ജേക്കബ് വടക്കഞ്ചേരി നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ ചെയർമാനാണ്. നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലിന് കേരളത്തിൽ 7 പ്രകൃതി ചികിത്സാലയങ്ങളുണ്ട്. എല്ലാ രോഗങ്ങളെയും മരുന്നില്ലാതെ ആഹാര ക്രമീകരണങ്ങൾ കൊണ്ട്, യോഗ കൊണ്ട് മാറ്റുന്ന ഒരു രീതിയാണ് നേച്ചർ ലൈഫിനുള്ളത്. കോഴിക്കോട്, തൃശ്ശൂരിലെ പട്ടിക്കാട്, കോടന്നൂർ, എറണാകുളം ജില്ലയിലെ ആലുവ, ആലപ്പുഴ ജില്ലയിൽ കൈനകരി, കായംകുളത്ത് വെട്ടിക്കോട്, പിന്നെ തിരുവനന്തപുരത്ത് ഉറിയാക്കോട്, ഇങ്ങനെ 7 സ്ഥലങ്ങളിലാണ് നമുക്ക് സ്വയം ചികിത്സാലയങ്ങളുള്ളത്. അവിടുത്തെ നമ്പറുകൾ 9496044503. അടുത്തൊരു നമ്പറുള്ളത് 94044525. ഈ നമ്പറുകളിൽ വിളിച്ചാൽ മറ്റു കേന്ദ്രങ്ങളെക്കുറിച്ച് അറിയാം, അവിടുത്തെ രീതികളെക്കുറിച്ച് അറിയാൻ സാധിക്കും. രോഗങ്ങളില്ലാതെ മനുഷ്യരെ ജീവിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിൽ എല്ലാ ജില്ലകളിലും നമ്മൾ ക്ലാസ്സുകൾ, കൺസൾട്ടേഷനുകളുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. നമുക്ക് ഒരു ഹോട്ടൽ മുറി എടുക്കുന്ന ചിലവിൽ ഭക്ഷണവും താമസവും അതേപോലെ പ്രകൃതി രീതികളുടെ ചികിത്സകളും കൂടെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യത്യാസം. ഒരു 1700 രൂപ, 1500 തുടങ്ങി 2000, 2500 അങ്ങനെ മുറികളുടെ സൗകര്യം അനുസരിച്ചുള്ള വ്യത്യാസമാണ് നമ്മുടെ ഓരോ സെൻറ്ററിലും ഒരു ദിവസത്തേക്ക് വരുന്നത്. പഴുത്ത വെള്ളിയെടുക്കൽ, പാദം എടുക്കൽ, പിന്നെ ഒരു മുറിക്കാം. ചെറിയ മുറിവ് ഉണക്കാൻ പറ്റാത്തവർ ചെത്തി വലുതാക്കും. ഡോക്ടർക്ക് സംശയം മുറിവ് ചെറുതായതുകൊണ്ടാണോ ഉണങ്ങാൻ പറ്റാത്തത് എന്നാൽ മരുന്നെടുത്ത് മാറ്റി നോക്കാം. പാദം കൂടി എടുത്തേക്കാം. എത്ര പേരെയാണ് കൊല്ലാപ്പോലെ ചെയ്യുന്നത്. ഇതിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. പ്രമേഹത്തിന്റെ കാരണം പാൻക്രിയാസിന്റെ ക്ഷീണമാണ്. പാൻക്രിയാസിൽ നിന്ന് നല്ല ഇൻസുലിൻ പുറപ്പെടുവിക്കാൻ കഴിയാത്തത് കരളിന്റെ പ്രയാസം കൊണ്ടാണ്. കരളിന് പ്രയാസം വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ചാക്ക് പഞ്ചസാര ആക്കാക്കിയിട്ടുണ്ടാവും? ഒരു 19-60 വയസ്സ് കൊണ്ടുപോയിരിക്കും. എത്ര ചാക്ക് പഞ്ചസാര നിങ്ങൾ അകത്താക്കിയിട്ടുണ്ട്? ഒരു മനുഷ്യ ശരീരത്തിലേക്ക് കടക്കാൻ പാടില്ലാത്ത സാധനമാണ് പഞ്ചസാര. അപകടകാരിയാണ് പഞ്ചസാര. ഒരു തരി പഞ്ചസാര അകത്ത് ചെന്നാൽ അതിനത്രയും നീർക്കെട്ട് ശരീരത്തിലുണ്ടാവും. ആ പഞ്ചസാര ദഹിക്കാൻ കാൽഷ്യം, ഫോസ്ഫറസ്, ബി കോംപ്ലക്സ് പല്ലിന്ന് എല്ലിന്നൊക്കെ വലിച്ചെടുക്കണം. ഇതാണ് പഞ്ചസാരയുടെ അപകടം.
ഇത് ശാസ്ത്രീയമല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ തെളിവുകൾ ധാരാളം തരാം. നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ഹെൽത്ത് ഹസാർഡ്സ് ഓഫ് വൈറ്റ് ഷുഗർ, ടേബിൾ ഷുഗർ അടിച്ചു നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുള്ളതല്ല. അപ്പോൾ കണ്ടുപിടിച്ച് അത് പരിഹരിക്കുമോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. രോഗത്തെ നിങ്ങൾ ചികിത്സിക്കുമെങ്കിൽ ആഘോഷമായി ചികിത്സിച്ചുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി കോരിയെടുക്കുന്ന ക്ലാസ്സുകളുണ്ട്, കെട്ടിപ്പിടിക്കുന്ന ആശുപത്രികളുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഒരു മൃഗത്തിൻ്റെയും ശാപം കിട്ടാതെ ജീവിക്കാനുള്ള ഭാഗ്യം ഈ ജന്മത്തിലുണ്ടോ? 16 വയസ്സ് വരെ എനിക്ക് ആ ഭാഗ്യം ഉണ്ടായിരുന്നില്ല. നിരവധി ജീവികളുടെ ശാപം ഞാനും മേടിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി വേറൊരാളെ കൊല്ലണമെങ്കിലും ശാപം എനിക്കും വരും. പക്ഷെ അതിനുശേഷം ആ ശാപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ രോഗങ്ങളില്ലാത്തൊരു ജീവിതം സാധ്യമാണ്. അതിന് ആരോഗ്യം പരിപാലിച്ചുകൊണ്ടിരിക്കുക. അപ്പം നല്ല വായു, നല്ല വെള്ളം, നല്ല ഭക്ഷണം, പിന്നെ അധ്വാനം. അധ്വാനിക്കാത്ത ശരീരം തുരുമ്പ് പിടിക്കും. അധ്വാനിക്കുന്ന ശരീരത്തിനെ കരുത്തുള്ളൂ. അതോടൊപ്പം ആവശ്യത്തിന് വിശ്രമം. 7 തുടങ്ങി 8 മണിക്കൂറെങ്കിലും ഉറക്കം വേണം. അത് രാത്രി 12 മണിക്ക് മുമ്പ് എത്ര ഉറങ്ങുമോ അത്ര ആരോഗ്യം. 10 മണിക്കെങ്കിലും കിടന്നാലേ ഒരു ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഉറക്കം മതി നിങ്ങളുടെ നീതിവീഴ്ച മാറാൻ, പല അസുഖങ്ങളും മാറാൻ. ദീർഘമായ ഒരുറക്കം മതി. ഉറക്കമാണ് വലിയൊരു ഔഷധം. 12 മണിക്ക് മുമ്പാണ് ശരീരം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എന്താ സംഭവിക്കണേ? എന്തെങ്കിലും നടക്കണമുണ്ടോ? ചില ആളുകൾ നടക്കാറുണ്ടോ? ഉറക്കത്തിൽ എനിക്ക് നടക്കാറുണ്ട്. അതല്ലാണ്ട് വല്ലതും നടക്കാറുണ്ടോ? നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ജീവശക്തി ഉണർന്ന് ഓരോ അവയവത്തിൻ്റെയും ഉള്ളിലുള്ള അവയവത്തിൻ്റെയും കേട് തീർക്കുന്ന പണി നടത്തും. ഇതിനെ ഓട്ടോഫാജി എന്നുള്ളൊരു പ്രവർത്തനമായിട്ട് പറയാറുണ്ട്. നൊബേൽ സമ്മാനം കിട്ടി ഇത് വിശദീകരിച്ച ശാസ്ത്രജ്ഞന്. രാത്രി 12 മണിക്ക് മുമ്പ് 2 മണിക്കൂർ നിർണായകമാണ്. തലച്ചോറിൻ്റെ, ഹൃദയത്തിൻ്റെ, കരളിൻ്റെ, കിഡ്നിയുടെ എല്ലാം റിപ്പയറിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സമയമാണ് രാത്രി 12 മണിക്ക് മുമ്പ് 2 മണി. 12 മണിക്ക് മുമ്പ് നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? വെറ്റിലെ എടുത്ത് ചുണ്ണാമ്പ് തേച്ചുകൊണ്ടിരിക്കണ്ടേ? അപ്പൂപ്പനും അമ്മയും വരെ കയറുമോ? പാത്രത്തിൽ വെച്ച് നിങ്ങൾ അത് ആവാഹിക്കപ്പെടുമെങ്കിൽ മനസ്സിൻ്റെ വികാര വിചാരങ്ങളും ആവാഹിക്കപ്പെടും. മണ്ണെണ്ണ സ്റ്റൗവിൽ വെച്ച് നിങ്ങൾ ചായക്ക് വെള്ളം ചൂടാക്കിയ വെള്ളത്തിന് മണ്ണെണ്ണ ചോ വരുന്നത് എങ്ങനെയാണ്? വെച്ച ഭക്ഷണത്തിന് വേറൊരു രുചി, വൃത്തികെട്ടൽ ശീലിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അപ്പം നമ്മുടെ മനസ്സിലെ വികാര വിചാരങ്ങൾ, നമ്മുടെ ശബ്ദം ആണ് വിശുദ്ധ വചനങ്ങൾക്കുള്ള സ്വാധീനമാണ്. ഇതെല്ലാം ശാസ്ത്രീയമാണ്. നിങ്ങളുടെ ഭാവന, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ പ്രവർത്തികൾ എല്ലാം സത്യസന്ധമായി നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് അതിൻ്റെതായുള്ള ഫലമുണ്ട്. ആരോഗ്യത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു നുണ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള 37.2 ട്രില്യൺ കോശങ്ങളും ഷോക്കിലാകും. അത് ശരിയല്ലല്ലോ, ശരിയല്ല, പ്രതിഷേധിക്കുന്നത്. അങ്ങനെ പ്രതിഷേധിച്ചാണ് കള്ളന് കള്ളലക്ഷണം വരുന്നത്. ഒരു കള്ളനെ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കള്ളനാണെന്ന്. കള്ളലക്ഷണമുണ്ട്. ഭാവനയിൽ നിന്ന് ഭവിക്കും, ഭാവിക്കുന്നത് ഭവിക്കും, ഭയക്കുന്നത് വളരെ വേഗം ഭവിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആരോഗ്യത്തിൻ്റെ കുറേ ചിന്തകൾ നടക്കുന്നത്. ജേക്കബ് സാറേ, ജോസ് സാറ്, സ്നേഹമുള്ള സഹോദരങ്ങളെ, വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ജോസ് സാറ് ഇതിൻ്റെ പുറകിൽ ഒത്തിരി ബുദ്ധിമുട്ടി. ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു 4 കൊല്ലം മുമ്പ് മുതൽ ഞാൻ ഓർത്തിരുന്നത് നമ്മൾ ചോറുണ്ടില്ലെങ്കിൽ നമ്മൾ ചത്തുപോകുമെന്നാണ് ഓർത്തിരുന്നത്. അപ്പം ഇവിടെ ടീച്ചർ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു, വേവിക്കാത്ത ഭക്ഷണം ഏതൊക്കെയാണ്? ഞാൻ ഇന്ന് 14 ദിവസമായിട്ട് വേവിക്കാത്ത ഭക്ഷണം കഴിച്ചില്ല. ഇന്നാണ് വേവിക്കാത്ത ഭക്ഷണം കഴിച്ചത്. അതായത് നോയമ്പുകളിൽ വേവിച്ച് തിന്നാത് യൂട്യൂബിലൊക്കെ വളരെ കേൾക്കാറുണ്ട്. നിങ്ങൾ പേഴ്സണലായിട്ട് അങ്ങനെ പരിചയമില്ലേലും സാറിൻ്റെ ഒരു ഫോളോവറാണ് ഞാൻ.
പല കാര്യങ്ങളും അങ്ങനെ ഫോളോ ചെയ്ത് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. 15 വർഷം മുമ്പാണ് എനിക്ക് കിഡ്നി സ്റ്റോൺ, യൂറിക് ആസിഡ് കൂടിയിട്ട് ഇത് കിഡ്നി സ്റ്റോൺ ഉണ്ടായി. അപ്പോൾ കൂടെ കണ്ട് വെള്ളം കുടിക്കുകയും അങ്ങനെ നമ്മുടെ ജീവിതശൈലി മാറ്റിക്കൊണ്ട് ഇതുവരെ ഫീസ് ഇപ്പൊ തന്നെ വാങ്ങണോ? മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ, നാളിതുവരെ. അപ്പം ഞാനങ്ങനെ എൻ്റെ ഒരു ജീവിത സാക്ഷ്യം പറയാം. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ആദ്യമൊക്കെ നമുക്ക്, പക്ഷേ അത് നമുക്ക് സാധ്യമാണ് നമ്മൾ വിചാരിച്ചാൽ. പിന്നെ നമുക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാര്യയെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ എൻ്റെ അമ്മയെ എനിക്ക് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചു. അതായത് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറഞ്ഞ് എൻ്റെ ഭാര്യയ്ക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ അമ്മയോട് പറഞ്ഞ് ഞാൻ അമ്മയെ കൂടെ ഞാൻ കോഴ്സിൽ കൊണ്ടുപോയി. അതുകൊണ്ട് ഭക്ഷണം അരിഞ്ഞതും ഇതെല്ലാം പച്ചക്കറി ഇതെല്ലാം അമ്മ എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിലും കൂടെ ഈ ഒരു കൾച്ചർ, നമുക്ക് ഇതിനകത്തുള്ളൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ബോധ്യപ്പെടാൻ ഇച്ചിരി പ്രയാസമാണ്. പിന്നെ നമ്മളത് പയ്യെ അത് ശരിയാക്കി എടുക്കുക എന്നുള്ളൂ. എന്തായാലും തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും പാലിക്കേണ്ട ഒരിതാണ്. വലിയ ഗുണമുണ്ട്. എന്നെ കണ്ടിട്ട് വണ്ണമൊന്നും കുറഞ്ഞതായിട്ട് 4 കിലോ ഞാൻ ഈ 15-14 ദിവസം കൊണ്ട് ഞാൻ കുറഞ്ഞു. പക്ഷെ അത് കൂടും. അത് ഞാൻ സാധാരണ ഭക്ഷണത്തിലേക്ക് വരുമ്പോൾ അടുത്ത നോയമ്പാകുമ്പോഴത്തേക്കും മിക്കവാറും ആ 4 കിലോ അതുപോലെ തന്നെ കൂടും. അതുകൊണ്ട് വികൃതിയാണ്, അതുകൊണ്ടായിരിക്കും 96-ൽ നിന്നും 92 അപ്പം അങ്ങനെ ഈ 15 ദിവസം. ഇപ്പം ഇനിയിപ്പം വലിയ നോയമ്പ് എടുക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു വരുന്നത്. പക്ഷേ അത് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ആദ്യ ഒരു 4 ദിവസം. അത് പക്ഷേ ആ 4 ദിവസം നമ്മൾ തരണം ചെയ്താൽ പിന്നെ അത് വളരെ എളുപ്പമാണ്, നല്ല സുഖമാണ്, സന്തോഷമാണ്, ലൈറ്റ് ഫീലിംഗ് ആണ്. മനസ്സിനും ദേഷ്യമൊക്കെ കുറയും. അപ്പം അങ്ങനെ നിങ്ങളും അത് ഞാനൊരു സാക്ഷ്യം പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അത് നമുക്ക് വിചാരിച്ചാൽ സാധിക്കും. സാറ് പറഞ്ഞ പോലെ അതാണ് ഏറ്റവും വലിയ, നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ്, ഇഷ്ടവെക്കുകയാണെങ്കിൽ സാധിക്കും. എനിക്കിത് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഉച്ചകഴിഞ്ഞൊരു 3 മണിയാകുമ്പോൾ എപ്പോഴും തലവേദന വരും, കാപ്പിയോ ചായയോ കുടിച്ചില്ലേ. അപ്പം ഞാനപ്പോൾ ഉടനെ തന്നെ വിളിച്ചു പറയും, തലവേദന തുടങ്ങുമ്പോഴേ വിളിച്ചു പറയും, നീ വൈഫിനോട് സോണിയ ഒരു കാപ്പി എടുത്തേരെ, അല്ലെങ്കിൽ അമ്മച്ചിയോട് പറയും, അമ്മച്ചി ഒരു കട്ടൻ കാപ്പി തന്നേരെ. ആ കാപ്പി മേശപ്പുറത്ത് വന്ന് കഴിയുമ്പോഴേ എൻ്റെ തലവേദന വന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു കള്ളത്തരമാണ് നമ്മുടെ ശരീരം നമ്മളോട് ചെയ്യുന്ന അത്, അല്ലേ? അപ്പൊ മനസ്സിന്റെ ഒരു ഇതാ, മനസ്സ് നമ്മളെ പറ്റിക്കുകയാണ്. ഈ കാപ്പി കുടിച്ചില്ല നമുക്ക് തലവേദന വരുമെന്നുള്ളത്. അപ്പൊ അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മളത് കള്ളത്തരം കണ്ടുപിടിച്ച് നമ്മൾ ഇത്. ഇപ്പൊ എന്തായാലും ഇന്ന് ഇപ്പം ചോറുണ്ടു. പക്ഷേ ഇപ്പൊ ചോറുണ്ടപ്പം വലിയ പ്രഗ്നൻസി പോലെയാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഏത്തക്കായും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വളരെ എളുപ്പമായി. ഇപ്പൊ യാത്ര ചെയ്യുന്നിടത്തൊക്കെ കാര്യം സാറ് പറഞ്ഞു. ഗാന്ധിജിയൊക്കെ ചെയ്തിരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അദ്ദേഹം കൂടുതൽ ജോലിയുള്ളപ്പം ഭക്ഷണം കുറയ്ക്കുക. എനിക്ക് വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പലപ്പോഴും നമ്മൾ വിശപ്പാന്ന് ധരിക്കുന്നത് ദാഹമാണ്. ഈ ദാഹവും വിശപ്പും തമ്മിൽ എനിക്ക് തിരിച്ചറിയത്തില്ലായിരുന്നു. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പരവേശം തോന്നുന്നതോടെ ഉടനെ എന്തെങ്കിലും നന്നായിട്ട് വയറ് നിറച്ചെടുത്ത് കഴിക്കുക. പക്ഷെ അത് ശരിക്കും നമ്മുടെ ഒരു വിശപ്പ് അല്ല, അതൊരു ദാഹമാണ്. നമ്മൾ വെള്ളം കുടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തെ കൊണ്ട് നമ്മൾ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. സാറിനെ ആദ്യമായിട്ടാണ് ഞാൻ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. വളരെ ഹൃദ്യമായിരുന്നു, വളരെ പ്രാക്ടിക്കലായിരുന്നു. സാറ് വലിയൊരു മഹത്തായ കർമ്മമാണ് നമ്മുടെ നാടിന് വേണ്ടിയിട്ടും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറിന് കൂടുതൽ വലിയ മേഖലകളിൽ പ്രവർത്തിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഈ വിചാരവേദി കുറവിലങ്ങാട് ആണ് ഈ കാര്യങ്ങൾ സ്പോൺസർ ചെയ്തത്. ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഞങ്ങളുടെ ചെയർമാൻ ജോസ് മാത്യു സാറ് നല്ല ഇത് ഒരുപാട് സെമിനാറുകൾ കൂടിയിട്ടുണ്ട്, ഡോക്ടറുടെ ഇൻറ്റിമേറ്റുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ വന്ന ഭൂരിപക്ഷം പേരും 90% പേരും ആദ്യമായിട്ടാണ് കൂടിയത്. ഈ പ്രത്യേക സ്പെഷ്യൽ ഭക്ഷണം കഴിച്ചതിന് ആദ്യമായിട്ടാണ്.
98% പേർക്ക് ഇഷ്ടപ്പെടുകയും ഇത് കൂടെ ഇല്ലെങ്കിൽ നഷ്ടമെന്ന് തോന്നുന്ന രീതിയിൽ എല്ലാവരും ഇവിടെ വന്ന മുഴുവൻ പേരും അങ്ങനെ വളരെ ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഇനിയും ഞങ്ങൾ കുറവിലങ്ങാട്ട് ഇതിൻ്റെ തുടർ സെമിനാറുകൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗാന്ധിജി വിചാരവേദി അടുത്ത സെമിനാറിൽ ഇതിൽ കൂടുതൽ ആളുകൾ സംബന്ധിക്കുമെന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. ഏതായാലും ഞങ്ങൾക്കിത് ജനങ്ങളിൽ ഇത്രയും പേരെ 100-100 ചില്ലുവാനം പേരിൽ എത്തിക്കാൻ സാധിച്ചതിൽ വിചാരവേദിക്ക് വേണ്ടി ഞങ്ങൾ സംതൃപ്തരാണ്.